ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണ് കരുതുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ്. അഥവാ പെട്ടെന്ന് നമുക്കൊരു ഫോണ്ടിന്റെ വർക്കിന്റെ കേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ആ വർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫോണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കുറേ വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കുറേ ആൾക്കാർ ഓരോ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ കൂടെ ഒരു ചെറിയ ഡൗട്ടെങ്കിലും നിങ്ങൾക്ക് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ 1 കിലോ വരുന്ന ഒരു ഓറഞ്ച് കേക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ രാവിലെ ഒരു 10 മണി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ഓർഡർ വിളിച്ച് പറഞ്ഞ ടൈമിൽ. അപ്പോൾ ഞാൻ കേക്ക് വേഗം റെഡിയാക്കി വെച്ചു, എന്നിട്ടാണ് ഫോണ്ടിൻ്റെ വർക്കിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ കേക്ക് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനി ഞാനിതാ കുറച്ച് റെഡ് ഫോണ്ടിൻ്റെ, അപ്പോൾ റെഡ് കളർ തന്നെ കേട്ടോ, അല്ലാതെ കളർ മിക്സ് ചെയ്തല്ല. കുറേ പേര് പറയാറുണ്ട് റെഡൊക്കെ എടുക്കുന്ന ടൈമിൽ ഒരുപാട് കളർ ചേർക്കുമ്പോഴത്തേനും ഫോണ്ടിൻ്റെ മെൽറ്റ് ആവുന്നത്. അപ്പോൾ റെഡും ബ്ലാക്കും ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ CMC ഒക്കെ ചേർത്തിട്ട് ഞാനിത് പെട്ടെന്നൊന്ന് കുഴച്ചെടുക്കണം നന്നായിട്ട് കൈ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, നമുക്ക് ഇതുപോലെ ഫോണ്ടിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫിഗേഴ്സൊക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ബോക്സിലാക്കി വെച്ചാൽ മതി. അതിനുശേഷം കേക്ക് പിറ്റത്തെ ദിവസം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ആ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് നമുക്ക് അപ്പൽക്കപ്പം വന്നിട്ടുള്ള ഓർഡറാണ്. പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് കേക്കിൽ വെച്ചിട്ട് അതിന് മുന്നിൽ ഇങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങി പോകണമെന്നൊക്കെ. അത് നമ്മൾ സൈഡിൽ കൊടുക്കുന്നതൊക്കെയാണ് അങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് താഴേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കൊടുക്കുന്നതൊക്കെ ഒരുപാട് കട്ടിയിൽ ചെയ്യരുത്, നല്ല നൈസാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ആ പ്രശ്നം വരില്ല. പിന്നെ അതുപോലെ വലിയ ഫിഗേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിലൊന്ന് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഞാനിതാ വൈറ്റ് ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 ഹേർട്ട് ഷേപ്പ് മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കട്ടർ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആദ്യം ബിഗ് മോൾഡേറ്റ് ഒരു വൈറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് കൊടുക്കാനുള്ളതാണ് ഈ ഒരു റെഡ് കളറിലുള്ളത്. അപ്പോൾ റെഡും ഞാനൊന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നമ്മൾ റെഡ് ഫോണ്ടൻറ്റും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചെറിയ ഹേർട്ട് കട്ടർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു കട്ടർ തന്നെ സെയിം വെച്ചിട്ട് നമ്മൾ ആ വൈറ്റിൽ നിന്നും അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു റെഡ് ഫിറ്റ് ചെയ്യാൻ പോണത്. പിന്നെ ഇതിൽ മാത്രം നമുക്ക് CMC ചേർത്താൽ മതി. നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് കേക്കിൻ്റെ മുകളിൽ നിന്ന് കുത്തനെ നിർത്താനുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തേതിൽ മാത്രം CMC ചേർത്താൽ മതി. പിന്നെ ചെറിയ സംഭവങ്ങളൊക്കെ നമ്മൾ മുകളിൽ കേക്കിൻ്റെ മുകളിൽ ഡയറക്റ്റ് വെക്കണം, അവിടെ ഒന്നും നമുക്ക് CMC ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ അതിൻ്റെ നടുവിൽ ഫിക്സ് ആയിട്ട് നിൽക്കണമല്ലോ, അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എഡിബിൾ ഗ്ലൂ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഗ്ലൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കിത് സ്റ്റിക്കായിട്ട് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടിച്ചാൽ മതി. ഒരുപാട് വെള്ളം ആക്കണ്ട, അപ്പോൾ പിന്നെ അലിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരും. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഒരു ഹേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ആമസോൺ ഹൗൾ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ കൂടി വാങ്ങിയിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതാണ് കേട്ടോ, ബോഡി ലോഷൻ ആണ്. മാമാഅർത്തിന്റെ ബോഡി ലോഷൻ ആണ് കേട്ടോ. ഇതിന്റെ ഫ്ലേവർ വന്നിട്ട് കൊക്കോ ആണ്. അപ്പോൾ ഇപ്പോൾ നല്ല എന്താ പറയാ, കാറ്റൊക്കെ അടിക്കുന്ന ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ എന്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വാങ്ങിയിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പൊ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല സ്മെല്ലും കാര്യങ്ങളുണ്ട്. ഇതിന്റെ വേറെ ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് കൊക്കോ ആണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഒരു ഫ്ലേവർ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ. അപ്പൊ ഇപ്പൊ നല്ല ഓഫറും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആമസോണില്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വന്നിട്ട് ഇക്കാക്ക് ഒരു ഷർട്ട് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഷർട്ടൊക്കെ നമുക്ക് ഓൺലൈനിൽ നല്ലത് കിട്ടുമോ എന്നുള്ളത്. ഞാൻ കുറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ആയിട്ടോ ഇക്കാക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഡൗട്ട് ഉണ്ടാവും, നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും റിട്ടേൺ കിട്ടുമോ എന്നുള്ളത്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങൾ ഇതല്ല ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു ബ്ലൂ കളർ ആയിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ നമ്മൾ കറക്റ്റ് സൈസ് ഒക്കെ അടിച്ചത്, പക്ഷെ ചില കമ്പനിയിൽ സൈസ് വ്യത്യാസം ഉണ്ടാവും, ചില ഷർട്ടിന്റെ കമ്പനികളിൽ. ഇതിന് പ്രൈസ് ഇതാണ് കാണിക്കണമെങ്കിൽ ഇത് ഓഫർ പ്രൈസിലാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് പ്രൈസ് എന്താന്നുള്ളത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അങ്ങനെ ബ്ലൂ കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. അപ്പൊ നല്ല ക്ലോത്തും കാര്യങ്ങളും കേട്ടോ. പിന്നെ ബ്ലൂ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ കളർ മാറ്റി എന്താന്ന് കരുതിയാൽ ആ കൊണ്ടുവന്നപ്പോൾ കളർ എത്ര കണ്ടത് നമുക്ക് ആ ഒരു ഇതിൽ കണ്ടിട്ടുള്ള കളർ അല്ലായിരുന്നു കിട്ടിയത്, ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളത് റിട്ടേൺ കൊടുത്തപ്പോൾ ഒന്ന് കളർ ചേഞ്ച് ആക്കി. അപ്പൊ ഇക്കാടെ ഫേവറേറ്റ് കളർ ആയിട്ടുള്ള വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യം വൈറ്റ് എടുക്കുന്നു കരുതിയിട്ടാണ് വേഗം ബ്ലൂമൊക്കെ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നല്ല ഷർട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് വീണ്ടും ഇക്കാക്ക് ഒരു ടീഷർട്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അലൻസോളിയുടെ ടീഷർട്ട് ആണ്. അപ്പൊ ഇതിമ കാണിക്കുന്ന പ്രൈസ് ഇതാണെങ്കിലും നമ്മൾ ഇത് ഓഫർ പ്രൈസിലാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നല്ല ക്ലോത്ത് ആട്ടോ. അപ്പോൾ ഒക്കെ യൂസ് ചെയ്യുന്ന സാധാരണ യൂസ് ചെയ്യുന്ന കമ്പനിയാണ്, ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ബ്രാൻഡഡ് ഷർട്ടുകൾ ടീഷർട്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സൈസൊക്കെ കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കിട്ടിയപ്പം നമ്മൾ ഈ ഒരു സൈസ് തന്നെയാണ് നമ്മൾ ഷർട്ട് മേൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് മോൻക്ക് ഒരു ടീഷർട്ടാണ് കേട്ടോ. ഇത് കോംബോ ആയിരുന്നു, 2 ടീഷർട്ട് ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കറക്റ്റ് സൈസ് ആയിരുന്നു. മോൻ ഇട്ടിട്ടുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതൊക്കെ വാങ്ങിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കേട്ടോ കുത്തി കൊടുക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ആ വിട്ടിട്ടൊന്നും പോരരുത്. അപ്പോൾ അതിന് പകരം ഇതാ കുറച്ചും കൂടി വെള്ളമൊക്കെ വെച്ചിട്ട്, പിന്നെ ഞാനവിടെ 2 കളറാണല്ലോ, അപ്പോൾ ആ റെഡ് ഇങ്ങോട്ട് കുറച്ചും കൂടി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കേക്കിൽ കുത്തി നിർത്താനുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ടൂത്ത് പിക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ വെക്കുന്ന ടൈമിൽ ആ ഒരു ടൂത്ത് പിക്കിൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. എന്നിട്ട് നമ്മളിത് ജസ്റ്റ് കുറച്ച് സമയം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കാൻ വെക്കുന്ന ടൈമിൽ അത് നിങ്ങൾ എടുക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ പിന്നെ നല്ല ഡ്രൈ ആയിട്ട് പോകും കേട്ടോ കിട്ടുക. അപ്പോൾ ഞാനിതാ 2 ഇവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് നമ്മളൊരു പ്ലേറ്റിൽ വെച്ചിട്ട്, പ്ലേറ്റിൽ ഞാൻ ജസ്റ്റ് കുറച്ച് കോൺഫ്ലോർ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം. ഇനി ഞാൻ വേറെ കുറച്ച് ഫോണ്ടൻറ്റ് റെഡ് പരത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ ഹേർട്ട് കട്ടർ യൂസ് ചെയ്തിട്ട് ചെറുതും വലുതും ഉണ്ട് കേട്ടോ. അതിൻ്റെ 3 സൈസ് ഉണ്ടാവും. അപ്പോൾ അതിലത്തെ 2 സൈസ് എടുത്തിട്ടുള്ളൂ, മറ്റേത് പിന്നെ വളരെ കുഞ്ഞതാണ്. എന്നിട്ട് ഇതുപോലെ ഞാനൊന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് CMC ഒന്നും ചേർക്കണ്ട, കാരണം അത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വെയിലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് പകരം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ എടുക്കുന്ന ടൈമിൽ ഫ്രിഡ്ജിലത്തെ ആ ഒരു ഈർപ്പം തട്ടി അതിനൊരു വെള്ളം പോലെ നിൽക്കും, പിന്നീട് അത് ഒലിച്ച് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കേണ്ടതെന്ന് പറയുന്നത്. ഇനി നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ടൈമിലാണ് നമ്മൾ ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിതാ ഇതുപോലെ ഒരു റെഡ് റിബൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ താഴെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ നമ്മൾ എപ്പോഴും ഡെലിവറി ചെയ്യണ അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഹേർട്ടൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള സ്റ്റിക്ക് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് ഇതിലേക്ക് കേക്കിലേക്ക് വെച്ച് കൊടുക്കണം. അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നല്ല സ്റ്റിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ വെയിലത്ത് വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ നല്ല വെയിലൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിയിട്ട് കിട്ടും കേട്ടോ, ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്കതിൻ്റെ കേക്കിൻ്റെ മുകളിലായിട്ടായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ CMC ചേർത്തിട്ടില്ല, അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. ഇനി ഇതുപോലത്തെ ഹാപ്പി ആനിവേഴ്സറി ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫോണ്ടൻറ്റിൽ എഴുതിയ പേര് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ്, ഗോൾഡൻ ബോൾസ് എടുത്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ഡെക്കറേഷനാണ്, സിമ്പിളാണ്, പക്ഷേ കാണാനാണ് നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനത്തെ സിമ്പിളാണെങ്കിലും കൂടി ആനിവേഴ്സറിക്കൊക്കെ ഈ ഒരു ടൈപ്പിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട്. എപ്പോഴും നമ്മൾ ഫ്ലവർ ഡെക്കറേഷനൊക്കെ അല്ലേ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫോണ്ടൻ്റ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, കട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡെക്കറേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഓൺലൈനിൽ ഫസ്റ്റ് ബാച്ച് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ബേക്കിങ്ങിൻ്റെ ബേസിക് ക്ലാസ് ആണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാട്സപ്പായിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ കേക്കിൻ്റെ സൈഡിൽ കൊടുക്കണതാണ് പലർക്കും ഒലിച്ച് താഴോട്ട് വീഴുന്ന ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അത് കണ്ടോ, ഞാൻ അത്രയും തിന്നായിട്ടാണ് അത് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയണം, നിങ്ങൾക്ക് കേക്ക് കട്ട് ചെയ്യണ ആ ഒരു ടൈമിൽ നമ്മളോട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അരമണിക്കൂർ മുന്നേ നമ്മൾ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബോക്സ് ചെയ്തിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് നിൽക്കണ്ട. നമ്മൾ നേരെ കസ്റ്റമർ വന്നവർക്ക് കൊടുക്കുക. അവരും അത് പോയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്കൊരു ടൈം സെറ്റാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിക്കാം കേട്ടോ. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് കൂടി താഴെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന വീഡിയോസിലേക്ക് അതൊക്കെ നികത്തിയിട്ട് നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വരട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.